അതല്ല ഈ വീക്കല്ലേ നോമിനേഷൻ വരുന്നത്, നീ ആരെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിന് ഞാൻ കുട്ടയാണ്. എന്നെങ്ങനെ ചെയ്യും? നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ ചെയ്യുന്നു? അല്ലേ നിങ്ങൾ ഞാൻ ഈ കുട്ടീനെ യൂട്ടിക്ക് പിന്നെ പറയണ്ട എന്ത് വാശി അല്ലേ, ഒരു കാര്യം പിടിച്ചു നിൽക്കുന്നത് കുട്ടനാവിനെ ഒന്നിനും ഹെൽപ്പ് പിന്നെ ഇടപെടുന്നത് രണ്ടാളും അതെ. എനിക്ക് അത് ഇഷ്ടമല്ലാതെ ബിഗ് ബോസ് വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യും. കുട്ടനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ന് വിളിക്കണം, ഇന്ന് വിളിക്കട്ടെ. അപ്പൊ നമ്മ പറഞ്ഞ പോലെ സെറ്റ്. ഞാൻ എൻ്റെ ചേച്ചി സുപ്രിയനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞല്ലേ ബിഗ് ബോസ് എന്തിനൊരു ഹെൽപ്പില്ല. രാവിലെ ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിൽ എന്താ, ബിഗ് ബോസ് വീടാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് സഹായിക്കണം. ഇതാണെങ്കിൽ രാവിലെ ഞാൻ ഒറ്റയ്ക്ക് എണീക്കും, നേരത്തെ എണീച്ചിട്ട് ഞാൻ മാത്രമായിരിക്കും അടുക്കളയിൽ പാചകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ ലേറ്റായിട്ടാണ് അധികം സഹായിക്കുന്നത് കുട്ടനാണ്. അതുകൊണ്ട് സുപ്രിയനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസെ. ബിഗ് ബോസ് എൻ്റെ ഈ വീക്കിലെ നോമിനേഷൻ എന്ന് പറഞ്ഞത് ധന്യയാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു നിലപാടില്ല ബിഗ് ബോസ്. അവൾ ഒരു പറഞ്ഞ സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്നില്ല, അപ്പുറത്ത് പോയിട്ട് വേറൊരു കാര്യം പറയും. അങ്ങനെയാണ് അവളുടെ ഒരു സ്വഭാവം കാണുന്നത്. അതുകൊണ്ട് എനിക്ക് അവരുടെ നിലപാടില്ലാത്ത ഈ സ്വഭാവം തീരെ അഡ്ജസ്റ്റ് ആവുന്നില്ല. പിന്നെ എന്നും അവൾക്ക് 2 മീൻ വെച്ച് വേണം. നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന കഴിയുന്നവരാണ്. നമുക്ക് ഒരു മീൻ, അത് കുഞ്ഞു കുഞ്ഞു മീനാണ്, അവൾക്ക് 2 വലിയ മീൻ എപ്പോഴും വേണം. അങ്ങനെ ഒരു വാശി സ്വഭാവമുണ്ട്. അതുകൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ ഒരു നിലപാടില്ലാത്തത്, ഈ 2 കാരണം കൊണ്ട് എൻ്റെ വീക്കിലെ വോട്ടെന്ന് പറയുന്നത് ധന്യക്കാണ്.